ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാഫീസ് വ്ലോഗ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുഹബത്തിൻ്റെ സുലൈമാനി, നല്ല പുതിനയില വെച്ചുണ്ടാക്കിയ നല്ലൊരു കട്ടൻ ചായയാണ്. ഇപ്പോൾ ഞാനിവിടെ അളവ് 2 പേർക്കുള്ള കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 2 ഗ്ലാസ് വെള്ളം എടുക്കുക. സ്റ്റവ് ഓണാക്കിയിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വിടുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. സാധാരണ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടൻ ചായക്കൊക്കെ ഒരു കമർപ്പ്, അതിലൊരു കുത്തനൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് ഇല്ലാതെ എങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അങ്ങനെ ചായ ഇതിൽ മെയിനായിട്ടും ചായ വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ചായയുടെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ചായ വെട്ടി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ ഓഫ് ചെയ്യണം, വെള്ളം ഓഫ് ചെയ്യണം. അങ്ങനെ തീ ഓഫ് ചെയ്യുക. നല്ല വെട്ടി തിളയ്ക്കേണ്ട വെള്ളം. അതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ചായപ്പൊടിയൊക്കെ ഉണ്ടാവണം. അപ്പോൾ തന്നെ ഓഫ് ചെയ്ത ശേഷം ഉടനെ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ചായപ്പൊടി, ഞാൻ റെഡ് ലേബിളാണ്, ഏത് ചായപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. റെഡ് ലേബിളാണ് ഇട്ടത്. അതിനുശേഷം 2 പുതിനയില, 2 ഗ്ലാസ്സിന് 2, ജസ്റ്റ് 2, കൂടരുത്. 2 പുതിനയില ഇടുക. അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ജസ്റ്റ് കറക്കി മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് മൂടി വയ്ക്കണം. ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ്സ് അത് മൂടി വയ്ക്കും. ഞാൻ ഇവിടെ ഇപ്പം 2 മിനിറ്റ്സ് മൂടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തുറന്നിട്ട് 2 മിനിറ്റ് ആയതിന് ശേഷം തുറന്ന് നമ്മൾ ആവശ്യത്തിന് ഷുഗർ ഇടുക. നല്ല ഷുഗർ വേണ്ടവർക്ക് 4 സ്പൂൺ വരെ ഇടാം. ഞാൻ പൊതുവെ കുറവ് ഷുഗറാണ് ഞങ്ങളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു 2 സ്പൂൺ ഷുഗർ ഇട്ടാൽ മതി. അങ്ങനെ 2 സ്പൂൺ ഷുഗർ. ഈ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഈ ചായ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഇത് ഒരു പരിപ്പ് വട അല്ലെങ്കിൽ ഒരു ബോണ്ട, പിന്നെ നെയ്ച്ചർ, ഇതെല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു വൈബായിരിക്കും. പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്ലാസ്കിലാക്കി കൊണ്ടുപോവുക. അപ്പോൾ പാൽ ചായ കൊണ്ടുപോകുമ്പോൾ ഫ്ലാസ്ക് കേടാവും, അങ്ങനെ ഒരു പ്രശ്നവും ഉദിക്കില്ല. ഇത് ഇപ്പോൾ പുതിന, അങ്ങനെ നമ്മൾ പുതിന ചായ റെഡി ആയി ഇതിനെ അരിച്ചെടുക്കുക. ഇനി പുതിന വേണമെങ്കിൽ ആ പുതിനയെല്ലാം നമുക്ക് വേണമെങ്കിൽ എടുത്ത് ചായയിലിടാം. അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഈ പുതിനയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 പുതിനയുടെ കൂടെ വേണമെങ്കിലും ഇടാം. ഒരു 1/4 നാരങ്ങ, ലെമൺ കൂടി കട്ട് ചെയ്ത് പിഴിയുമ്പം അതിൻ്റെ കുരു വീഴാൻ പാടില്ല. ഇതുപോലെ അരിച്ച് വേണം പിഴിഞ്ഞ് ഒഴിക്കാൻ.